ഈ മലയാള സിനിമയുടെ തിരക്കിനിടയിൽ നിന്നുകൊണ്ട് തമിഴ് സിനിമയിലേക്കുള്ള ഒരു പ്രവേശനം. അത് ജയജയഹേലെ അമ്മ വേണമെന്നും പറഞ്ഞ് അവരിവിടെ തിരക്കി വന്ന എൻ്റെ വീട് എനിക്ക് അന്ന് വീടില്ല, അപ്പുറത്തൊരു വീട്ടിലാണ് അവർ തിരക്കി വരുന്നത്. അപ്പോൾ അതിനകത്തിലെ ഈ തുള്ളുന്ന ഉറയുന്ന ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ഈ അമ്മ. ഭക്തി. അപ്പോൾ എന്തെങ്കിലും ഒരു റീല് ചെയ്യാവോ എന്ന് പറഞ്ഞ് ഞാൻ കൊടുങ്കാളി എന്തൊക്കെ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാളെ വാളെടുത്ത് ചുടുതാരികൻ ചോരയിൽ നീരാടി അതങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്ത് അതെടുത്തോണ്ട് പോയി. അപ്പോഴേ പറഞ്ഞു ഞാൻ അന്ന് ഇതിന്റെ കല്ലടിയില്ല, ഒരു നിമിത്തമാണ് ജീവിതത്തിന്റെ. എൻ്റെ വീടിന്റെ കല്ലടിയിൽ, ഈ വീടിന്റെ കല്ലടിയിൽ ഒരു ചുമപ്പ് സാരി അരികിന് കസവൊക്കെ ഉള്ള, കറുപ്പ് ഇതിനകത്ത് കസവൊക്കെ ഉള്ള അദ്ദേഹം പ്രസന്ന എന്നാ പേര് എഴുതുന്നത്. എഴുത്തുകാരനും ഒരു ആളും കൂടെ വന്നത്. മൊത്തത്തിൽ എന്നെ കണ്ടേച്ച് എനിക്ക് ആ ക്യാരക്ടറാണ് സെലക്ഷനായി. ഇത് ഒരാളിന്റെ സെലക്ഷൻ ആണല്ലോ, ഒരു കഥാപാത്രത്തിന്റെ പകുതി മതി അഭിനയവും ഡ്രസ്സും അല്ല, സെലക്ഷനിലാണ് പകുതി വിജയം. എത്ര കുടുംബസ്ഥൻ നല്ല ഹിറ്റായി, ഇവിടെ ജയജയ പോലെ ചെന്നൈയിലെ ഭയങ്കര ഹിറ്റായി. കുടുംബസ്ഥൻ ഹിറ്റായി. പിന്നെ അടുത്തത് ഒരെണ്ണം ചെയ്തു, അതിന്റെ പാതി വഴിക്ക് നിന്ന് പോയി. ഇനി ഇപ്പൊ 2 എണ്ണം, മെയിൽ ഒരെണ്ണമായി, ഇപ്പൊ ഒരെണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ജഗദീശ്വരൻ സമ്മതിക്കണേ, അനുഗ്രഹിക്കണേ അത് ചെയ്യാനെന്ന്. കാരണം നല്ല ക്യാരക്ടറാണ്. പിന്നെ മെയിലായത് ആംഗ്ലോ ഇന്ത്യന്. ഇനി അടുത്ത പൃഥ്വിരാജിന്റെ സന്തോഷ് ട്രോഫിയിലെ പൃഥ്വിരാജിന്റെ അമ്മയായിട്ട് ഇപ്പം കാഞ്ചിമാല ധ്യാൻ ശ്രീനിവാസും ഞാൻ കൂടെ ഭയങ്കര പിന്നെ ബേസലെ ധ്യാനൊക്കെ എന്ന് പറഞ്ഞാലുണ്ടാവും കാണുമ്പോൾ അള്ളിപ്പിടിച്ച് അമ്മയെന്നും പറഞ്ഞു. കാരണം നമ്മളെ അത്രയ്ക്ക് നമ്മളെ സമീപനം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് അത്രയും ഒരു മതിപ്പാണ്. അത് ഏതൊരു ലൊക്കേഷനിൽ ചെന്നാലും എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് തന്നെ എൻ്റെ സിനിമാ ഫീൽഡിൽ അത് എനിക്കൊരു ഭയങ്കര സന്തോഷമാണ്. എല്ലായിടവും ചെല്ലുമ്പോൾ ഞങ്ങൾ അമ്മ വന്നു എന്നുള്ള ഒരു ഇനി ഒരു 10 എണ്ണത്തോളം ഇറങ്ങാനുണ്ട്. 8-9 എണ്ണം ഇറങ്ങി. 10 എണ്ണം ഇനി ഇറങ്ങാനുണ്ട്. ഇനിയിപ്പോ ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു പുതിയ പ്രോജക്റ്റുകള്. സന്തോഷ് ട്രോഫിയിൽ പൃഥ്വിരാജിന്റെ അമ്മയായിട്ട് സെലക്ഷൻ കഴിഞ്ഞു. എന്റെ അഡ്വാൻസ് ഒക്കെ ചെയ്തു. കാഞ്ചിമാല ഇപ്പം 19 ജനുവരി തുടങ്ങാൻ പോകുന്നു. പിന്നെ തമിഴ് മെയ്യിൽ ഒരെണ്ണം, ആംഗ്ലോ ഇന്ത്യനാണ്. പിന്നെ ഒരു തമിഴ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ക്യാരക്ടറാണ്. പകുതി ചെന്നൈയില്, ബാക്കി ഗൾഫിൽ പോവാ. കൊച്ചുമകൾ പഠിക്കാൻ പോകുമ്പോൾ കൂടെ പോയി അടിച്ചു പൊളിച്ച് ഭാഷയും ഡ്രസ്സും എല്ലാം. എനിക്ക് ഭയങ്കര വെറൈറ്റി വേഷങ്ങൾ കിട്ടാൻ ആഗ്രഹങ്ങളാണ്. അതിപ്പം ജയജയഹേൽ ആ സ്ലാങ് ആണെന്നും പറഞ്ഞ് എല്ലാത്തിനകത്തും. ഇപ്പൊ തന്നെ തമിഴ് ഇപ്പൊ പറഞ്ഞേ എന്നത്തെ പേസറ ലീസ് കൂട്ടി 2 മാസമായി 8 രൂപ കൊടുക്കളെ, കടയെ പൂട്ടി സാവിയം കൊടുക്കറാൻ പൊന്നുസ്വാമി, ഏറ്റത്തേക്ക് ഏറമേക്കാണ്ടാ നീമേ ഉങ്കൂടെ ചെന്ന ഞാനും സീറഴിയ മുടിയാത്. അതാ ഉടമസ്ഥനകത്തെ ഡയലോഗാ. പക്ഷേ ജയജയഹേല സിനിമയിലെ അമ്മ എന്ന് പറയുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക അമ്മമാരുടെ അതാണ് നിസ്സംഗയായ അമ്മ. എന്നാ മകനോടോ മരുമകളോടോ അങ്ങനൊന്നുമില്ല. പിന്നെ മോനെ, സ്വന്തം മകനെ മുമ്പിലിട്ട് അടിക്കുന്ന കണ്ടപ്പോഴാണ്. അതുവരെ അവൻ അവളെ അടിക്കുവാന്നല്ലയോ കണ്ടത്. അപ്പൊ ഈ സംഭവം കണ്ടോണ്ട് വരുമ്പോഴല്ലയോ തള്ളയുടെ വിധം മാറുന്നത്. അതുവരെ എന്തിനാണ് അതിനെ അടിച്ചത്? എന്തിനാണ് ഈ കരുതാറ്റ കളയുന്നത്? നേരം വെളുത്ത് എഴുന്നേറ്റ് നിനക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. അവിടെ ആ സ്ലാങ് മാറിയുണ്ടോ? അപ്പൊ ആ ഒരു സ്ലാങ് സന്ദർഭോചിതമായി ക്യാരക്ടറിനനുസരിച്ച് മോഡുലേഷനാണ്. അത് ഇന്ന കഥാപാത്രത്തിൻ്റെതേ ഉള്ളൂ. വേറെ നല്ല സ്പീഡുള്ള കഥാപാത്രങ്ങളുണ്ട്. ഈ നാടകവും അതുപോലെ തന്നെ സിനിമയെ കുറിച്ചും പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ നാടകത്തിനകത്ത് അതുകൂടെ പറയട്ടെ. നാടകത്തിനകത്ത് നമ്മൾ പ്രസന്റ് ചെയ്യുക, മ്യൂസിക് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നു, അതെല്ലാം അങ്ങനെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് സിനിമ എന്ന് പറഞ്ഞാൽ ഡബിങ് പോരാത്തതിന് നമ്മളിങ്ങനെ വെച്ച് അഭിനയിച്ചിട്ടേക്കുവാ. പക്ഷെ അവിടെ ഡബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടാം. അപ്പോഴതിന് പിന്നെ ഫോഴ്സായി, ഒന്നുകൂടെ റിലാക്സ് ആയി. അപ്പൊ പോരാത്തതിന് ഡബിങ് ഉണ്ട്, കളറിങ് ഉണ്ട്, മ്യൂസിക് പിന്നെ കൊടുക്കുന്നത്, ഫിലിമാണ് കളിക്കുന്നത്. നാടകം സ്റ്റേജിൽ നിന്ന് തത്സമയം കളിച്ചു കാണിച്ചു. ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പേനാമനയ്ക്കുള്ളതല്ല, എൻ്റെ ഓഡിയൻസിൻ്റെ അവാർഡുകൾ, ഫിസിലടിയും കയ്യടിയും. മധുരാപുരിയിലെ മന്ത്രവാദിനിക്കകത്ത് ഇപ്പൊ ഉണ്ട് ഞാൻ വിളിക്കുന്ന ആ ഒരു മന്നവാ മുന്നേവാ മല്ലികൈ പൂവേ കിളവാ കേളവാ
என்னங்க வெக்கமா வெஸ்டேனா മതി മറന്ന് ആടല ഈ കൊല്ലം ജയിക്കാൻ പിള്ളയാ ചെട്ടിയാര് വാസവത്തെ കഥയ്ക്കകത്ത്. അപ്പൊ മീനാ ഗണേശന്റെ അനിയത്തി സാവിത്രിക്ക് ഡാൻസ് അറിയത്തില്ല, മൊത്തം ഡാൻസ് ഞാനാ ചെയ്യുന്നത്. നമുക്ക് നല്ലതായിട്ട് ഡാൻസ് ചെയ്യുന്ന ആ ഒരു പ്രായമാണ്. ഏതൊരു ഡാൻസും ക്ലാസിക്കൽ ആയാലും മറ്റേ വെസ്റ്റേൺ ആയാലും എല്ലാം. ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് പറയാമോ? ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് വളരെ കുച്ചിപ്പുടി, ഭരതനാട്യം അങ്ങനെയൊന്നുള്ള എൻ്റെ കൈക്കൊരു പ്രശ്നം ഉള്ളത് കൊണ്ട്, എന്നാലും സെമി ക്ലാസിക്കലുള്ള കുച്ചിപ്പുടി. അപ്പൊ അമ്മേനും വരാനിരിക്കുന്ന സിനിമകള് പാതിര പതിര്, 40കളിലെ പ്രണയം, നദി, പ്രകമ്പനം, സംഭവം, ആശാൻ, ഇതൊക്കെ മലയാളം സിനിമകളാ. അങ്ങനെ കുറെ നല്ല പടങ്ങള്, 10ഓളം സിനിമകളോളം ഇനി ഇറങ്ങാനുണ്ട്. പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് സംസാരിച്ചായിരുന്നു ഞാൻ. ഇനി പൃഥ്വിരാജിന്റെ അമ്മയായിട്ട്, അതെ, ഇനി കാഞ്ചിമാല, പിന്നെ തമിഴ് 2 ഇതെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മ കവിതയൊക്കെ എഴുതാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ എഴുതിയിട്ടുള്ള ഏതെങ്കിലും കവിതയിലെ 2 വരി ഒന്ന്? അത് മനുഷ്യത്വത്തെ കുറിച്ചും പഴയ കാലം പുതിയ കാലവും താരതമ്യം ചെയ്ത് മാനവികത, അതാണ് ഞാൻ എഴുതിയത്. ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു രാത്രിയിൽ എഴുന്നേറ്റ് എനിക്ക് എഴുതണമെന്ന് തോന്നി. ആ രാത്രി തന്നെ കവിത പൂർത്തിയാക്കി, വാക്കുകൾ തിരുത്തി എഴുതി, പിന്നെ എഴുന്നേറ്റിരുന്ന് എഴുതി, അന്നത് പൂർണ്ണമാക്കി. മർത്യ നീ ഓർക്കുന്നോ പോയ കാലം, നന്മ നിറഞ്ഞൊരാ നല്ല കാലം, പൊൻകതിർ നിന്നൊരാ നല്ല കാലം, ഇന്ന് ഓർമ്മയിൽ മിന്നുന്ന പൊന്നുകാലം. അത്താഴ പട്ടിണിക്കാരെ തിരക്കിയ ചിത്തത്തിൻ നന്മയെ ഓർമ്മയുണ്ടോ, ഇന്ന് ആ സത്യമാം ചിത്തത്തെ ഓർമ്മയുണ്ടോ? ചപ്പാത്തി സബർദിലി എന്ന് വേണ്ട, ഇന്ന് തിമിർക്കുകയല്ലേ മർത്യൻ. സന്ധ്യയായാൽ പിന്നെ സ്വാർത്ഥമായുള്ളൊരു ഗേറ്റുകൾ പൂട്ടി ഉറക്കമല്ലേ മർത്യൻ, സ്വാർത്ഥമായിട്ടങ്ങുറക്കമല്ലേ. കുമ്പാള കൊണ്ടുള്ള വസ്ത്രമുടുത്തതും കുമ്പിളിൽ കഞ്ഞി വിളമ്പിയതും അത് പ്ലാവിലെ കുമ്പിളിൽ കോരി കുടിച്ചതും, മർത്യാ നീ ഓർക്കുന്നോ പോയ കാലം, നന്മ നിറഞ്ഞൊരാ നല്ല കാലം, പൊൻകതിർ നിന്നൊരാ നല്ല കാലം, ഇന്നും ഓർമ്മയിൽ മിന്നുന്ന പൊന്നുകാലം. ആനയെപ്പോലും വരൂതിയിലാക്കിയ മർത്യനിന്ന് ഊമയായിരുന്നതില്ലേ, കൊച്ചൊരണുവിനെ പോലും ഭയന്നതില്ലേ. കമുകുമരത്തിന്റെ ദാനമായി കിട്ടിയ പാള വിശറിയെ ഓർമ്മയുണ്ടോ, ഇന്ന് ആ കാറ്റിൻ കുളിർമയെ ഓർമ്മയുണ്ടോ? സൗധങ്ങളിൽ തീർത്തൊരാ AC-യിൽ നിന്നുള്ള നഷ്ടങ്ങൾ എത്ര വിചിത്രമത്രേ, കഷ്ടനഷ്ടങ്ങൾ എത്ര വിചിത്രമത്രേ. ജന്മവും ജീവിത മാർഗവും കാട്ടിയൊരെ പെരുവഴി തള്ളുന്ന കാലമല്ലേ, ഇന്ന് തുരുതുര കളയുന്ന കാലമല്ലേ. നെഞ്ചോട് ചേർക്കേണ്ട പിഞ്ചോമനകളെ ഇഞ്ചിഞ്ചായി തല്ലി ചതയ്ക്കയല്ലേ, ഇന്ന് ഇഞ്ചിഞ്ചായി കൊല്ലുന്ന കാലമല്ലേ. നിങ്ങൾ വളർത്തുന്ന മക്കളിൽ അനിവാര്യ ശിക്ഷ ഇരിപ്പുണ്ട്, കാത്തിരുന്നു ലേ കാലം തരും ശിക്ഷ കാത്തിരുന്നു. കള്ളങ്ങൾ പൊള്ളുന്ന പീഡന കേസുകൾ തള്ളോട് തള്ളുന്ന കാലമല്ലേ, ഇന്ന് തള്ളോട് തള്ളുന്ന കാലമല്ലേ. ഔഷധമാശ്രയമാകുന്ന മാനവ മാനിക്ക മറ്റുള്ള മാനവരെ, മണ്ണിനെയും മനുജനെയും തുല്യമായി സ്നേഹിച്ച് സ്വസ്ഥമായി ജീവിക്ക ശിഷ്ടകാലം, പൊന്നു മർത്യാ നീ ജീവിക്ക ശിഷ്ടകാലം. മലയാള സിനിമയിലെ അമ്മമാരെ കുറിച്ച് സംസാരിച്ചായിരുന്നു. അതുപോലെ അമ്മയ്ക്ക് മലയാള സിനിമയിലെ നായികമാരിൽ അമ്മയെ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച ഒരു അഭിനേത്രി എന്ന് പറയുമ്പോൾ അതാരാണ്? അത് മഞ്ജു വാര്യര്, 6-ാം തമ്പുരാനകത്ത് നമ്മളാരാണാവോ എന്നൊക്കെ ചോദിക്കത്തില്ലേ. അതൊരു നല്ല നല്ല രസമാണ്. കുറുമ്പ് പിടിച്ച അഭിനയം എനിക്ക് ഇഷ്ടമാണ്. മഞ്ജു വാര്യരുടെ നൃത്തത്തിനും നല്ല രസമാണ് ആ നൃത്തം ചെയ്യുന്നത് കാണാൻ. പിന്നെ എന്തുവാ ലക്ഷ്മി ഗോപാലസ്വാമി, എനിക്കിഷ്ടമാണ്. നല്ല നൃത്തമാണ്, നല്ല ലയനമാണ് ആ നൃത്തം കാണാൻ. അതുപോലെ പിന്നെ നവ്യ നായര്, ബാലാമണിയമ്മയുടെ കഥാപാത്രമൊക്കെ. ഇപ്പൊ നമ്മൾ മലയാള സിനിമയിൽ നിന്ന് തമിഴ് സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഒരു സിനിമ അമ്മ അടുത്ത് ചെയ്തല്ലോ. അതിപ്പോ അമ്മ മലയാള സിനിമ തമിഴ് സിനിമയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾക്ക് ഒക്കെയും ഒരുപാട് മുകളിൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം. തീർച്ചയായിട്ടും റേഞ്ച് ക്യാരക്ടറാണ് അത്. എന്ന് വെച്ചാൽ ജയജയ മോശമാണെന്നുള്ളതല്ല, അത് നിസ്സംഗയായ ആ ഭർത്താവിന്റെയും മകന്റെയും ഒക്കെ പീഡനങ്ങൾ സഹിച്ചു കിടക്കുന്ന ഒരു നിസ്സംഗയായ സ്നേഹനിധിയായ അമ്മയാണ് അതും. പിന്നെ മകനെ എടുത്തിട്ട് അടിക്കുന്നത് കണ്ടപ്പോഴാണ് നേരെ ഒരിത്തിരി വൈരാഗ്യം മരുമകളോട്. അതിൽ നിന്ന് ഉടമസ്ഥനിലെ കഥാപാത്രത്തിലേക്ക് കുടുംബസ്ഥൻ
അത് വെച്ച് നോക്കുമ്പോ വേറെ ഒരു അപ്പം അമ്മ അതുപോലെ മലയാള സിനിമയിൽ നിന്ന് അമ്മ അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തമിഴ് സിനിമയായ കുടുംബസ്ഥനിൽ അഭിനയിച്ച, അപ്പൊ അതിലെ ഒരു കഥാപാത്രം അമ്മയുടെ സിനിമ അഭിനയ ജീവിതത്തിലെ ഇതുവരെയുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരുപടി മുന്നിൽ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന അതും ജയജയഹെ കണ്ടിട്ട് അവരായി അമ്മയെ തേടി എത്തി എന്നെ ഇവിടുന്ന് കൊണ്ടുപോയതാണ്. അവിടെ ചെന്നപ്പോ അത് ഒരു റേഞ്ച് പാർട്ടി ക്യാരക്ടർ അവിടെ ഒരു പ്രത്യേകതയാണ്. നല്ല റേഞ്ച് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഉടനീളം എന്നിട്ട് സ്വാമി ആടുന്നുണ്ട്. എന്നെ പിള്ള പറ്റി ചോറാക്കി പാത്രം കഴുകി തുണി കഴിക്കാറാവുന്നു നനച്ചാടാ ആത്താടാ തുള്ളുന്നൊക്കെ ഉണ്ട്. നല്ല രസമാണ് അത്. എന്നിട്ട് ത്രൂഔട്ട് ക്യാരക്ടറാ. കാലാ സിനിമയിലെ രജനീകാന്തിന്റെ മോനായിട്ട് അഭിനയിച്ച മണികണ്ഠൻ എന്റെ മകൻ, മിന്നൽ മുരളിയിലെ വില്ലൻ ഗുരു സോമസുന്ദരൻ എന്റെ മരുമകൻ, സുന്ദർരാജ് എന്റെ ഭർത്താവ്, നിവേദിത മരുമകള്, പിന്നെ വെണ്ണില ക്യാരക്ടറിന്റെ പേര് അവിടെ യഥാർത്ഥ പേര് തെലുങ്ക് നടിയാ. എല്ലാം നല്ല ടീമാണ് അത്. നല്ല ടീമിന്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. എന്റെ കഥാപാത്രം വളരെ വിജയിച്ചു. എല്ലാവർക്കും ഇഷ്ടമാണ്. അവരിവിടുന്ന് ഫ്ലൈറ്റിൽ എന്നെ കൊണ്ടുപോയി ഫംഗ്ഷനൊക്കെ അവിടെ ക്യാരക്ടർ തന്നെയായത്. അത് കണ്ടിട്ട് പ്രൊഡ്യൂസറിനോട് നമ്പർ വാങ്ങിച്ചാണ് അടുത്ത പടത്തിന് ഇപ്പൊ അവരെന്നെ വിളിച്ചേക്കുന്നത്. മെയിൽ ഒരെണ്ണം ഓക്കെ ആയി, ആംഗ്ലോ ഇന്ത്യ. ഇപ്പൊ എത്ര തമിഴ് സിനിമകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തേതാ. മൂന്നും ശക്തമായ കഥാപാത്രങ്ങൾ. അതാ ഇനി ഇറങ്ങിയതൊന്നേ ഉള്ളൂ. മറ്റേത് പാത വഴിക്ക് എന്തോ ഒരു തടസ്സമുണ്ട്. ഇനി വരാൻ പോകുന്ന 2 നല്ല ക്യാരക്ടേഴ്സ്. അതുപോലെ ഈ ചില ചാനലുകാർ അമ്മയുടെ ഇന്റർവ്യൂ എടുക്കുമല്ലോ. ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേക്കിന് ചില കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവരിങ്ങനെ പോസ്റ്റ് ചെയ്യാതെ ചില കാര്യങ്ങൾ മാത്രം. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റേ ദർശന വിളിക്കുന്നില്ല. അതെ, നമ്മളോട് ചോദിക്കുമ്പോ സത്യസന്ധമായിട്ട് അവർക്ക് എപ്പോഴും നമ്മളെ വിളിച്ചോണ്ടും പറഞ്ഞോണ്ടും ഇരിക്കാനൊക്കെ തിരക്കല്ലേ. ഇപ്പൊ ഈയിടെ ആണെങ്കിൽ വൈശലിന് ഞാൻ മോനെ എന്താ മോനെ ഇങ്ങനെ ഒത്തിരി അമ്മമാരെയൊക്കെ കിട്ടിയിട്ടാണ് മോനെ ഈ അമ്മമാർ അമ്മേ ചിരിച്ചു അമ്മേ എനിക്ക് തിരക്കൊണ്ട 3-4 വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ അന്നേരം സംസാരിച്ചു വോയിസിൽ കൂടെ. തിരക്കാ, അത് നമ്മളെ പരാതിയൊന്നുമില്ല. അത് നോക്കി ഇരുന്നിട്ട് അത് തപ്പി ആർട്ടിസ്റ്റുകളെ തമ്മിൽ തെറ്റിക്കാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ ഉടനെ ഞാൻ ഉടനെ അത് കളയാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം നല്ല ടൈംസിലാ, അതില്ലാതാക്കാൻ ചെയ്യല്ലെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ നൃത്തം അഭ്യസിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-2 നവരസങ്ങൾ അത്യാവശ്യം ചെയ്യും. വലിയ നർത്തകിയല്ല, എന്നാലും മാന്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എല്ലാ നൃത്തവും അത്യാവശ്യം ഇച്ചിരി കഥകളി വേണേ അതും, ഓട്ടംതുള്ളി വേണേ അതും. നവരസങ്ങൾ 9. 2 കാണിച്ചോണ്ട് പ്രയോജനം 9 കാണിക്കാം. ശൃംഗാരം, കരുണം, വീര്യം, ഹാസ്യം, രൗദ്രം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം. അപ്പൊ അമ്മ ഇനിയും തമിഴ് സിനിമയ്ക്കാണോ കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്? ഞാൻ മലയാളിയല്ലേ, എനിക്ക് മലയാളം ചെയ്യണ്ടേ. മലയാളം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഇന്റർവ്യൂ കാണുന്ന എൻ്റെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ എനിക്ക് നല്ല കഥാപാത്രങ്ങൾ, ഇനിയിപ്പം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ കൂടെ ഒന്ന് ചെയ്യണ്ടേ ഒക്കെ വേണം എന്നുള്ള ബിജുമേനോൻ അങ്ങനെയൊക്കെ ഉള്ള അവരുടെയും കൂടെ ഒക്കെ ഒരു അമ്മയാവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഇരിക്കുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എനിക്ക് ത്രൂ ഔട്ട് നല്ല ക്യാരക്ടർ തരുമാറാകണമെന്ന് ഇതോടൊപ്പം തന്നെ ഞാൻ പറയുക. തമിഴ് കിട്ടിയാൽ ഇത്തിരി കൂടെ ഒരു സാമ്പത്തികം ഉണ്ട് അവർക്ക്, അതേ ഉള്ളൂ. കൂടുതൽ എനിക്ക് മലയാളത്തിൽ തന്നെ പിടിച്ചു നിൽക്കണം എന്നുള്ളതാ. പിന്നെ നമുക്ക് തമിഴ് കിട്ടിയാലും പോകാം. ചെയ്ത് തെളിയിച്ചില്ലേ, ആ തന്ന വേഷം നല്ല
ആ എനിക്ക് ഡയലോഗ് മാത്രമേ തന്നുള്ളൂ, ഞാൻ തന്നെയാണ് അത് പെർഫോം ചെയ്തത്. അപ്പൊ എനിക്കത് ദൈവം തന്ന ഒരു കനിവാണ്. ജീവിക്കാൻ വേണ്ടി നീ ജീവിച്ചോ എന്ന് പറഞ്ഞ എൻ്റെ ജഗദീശ്വരൻ തന്ന കരുണയാണ് എൻ്റെ അഭിനയം. അതുപോലെ അമ്മ അടുത്തിടെ മറ്റൊരു ഇന്റർവ്യൂവിൽ നമ്മള് അയ്യപ്പനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പന്തളം കൊട്ടാരത്തെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ ഒരുപാട് പിന്നെ വിമർശനത്തിനിടയാക്കി എന്നുള്ള ഒരു വിമർശനത്തിനിടയാന്ന് പറഞ്ഞത് സത്യം നമ്മൾ ആരും കാണുന്നില്ല. പിന്നെ അയ്യപ്പന്റെ അടുത്ത് ആദ്യം തന്നെ മല കയറിയ ആ ഒരു നിമിഷം തന്നെ ആദ്യം ഒരിക്കലും ഉണ്ടാകാത്ത വെള്ളപ്പൊക്കമാണ് പന്തളത്തുനിന്ന് തുടങ്ങി. അതാണല്ലോ അടിസ്ഥാനം. അയ്യപ്പന്റെ ജന്മം നാടായ പന്തളത്തുനിന്ന് തന്നെ വെള്ളപ്പൊക്കം തുടങ്ങി. പമ്പയിലും അവിടെ രണ്ടിടമാണ് ആദ്യം വെള്ളപ്പൊക്കം. ഈ ഒരൊറ്റ കെട്ടിടങ്ങളും പന്തളത്ത്. അപ്പൊ അയ്യപ്പനോട് കളിച്ചാൽ അതിന് ഫലം കിട്ടും, അതിന് ഉറപ്പാ തെളിയും. അത് ആരെവിടെ എന്ത് ഒളിപ്പിച്ചാലും ജഗദീശ സാക്ഷാൽ ശ്രീ അയ്യപ്പൻ അത് തെളിയിക്കുക എന്നുള്ളതിന് നഗ്ന സത്യം. മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെയുള്ള പറയൂ, ഞാൻ അവരെ എടുത്തവരാരാന്ന് എനിക്കറിയില്ല. ആ അത് നിയമപാലകന്മാര് തെളിയിക്കണം. നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറ്റത്തില്ല. ഞാൻ എടുത്തത് നമുക്ക് അത് അവരവരുടെ വഴിക്ക് നിയമ വഴിക്ക് എടുത്തോണ്ട് പോയവര് അവരും അനുഭവിക്കട്ടെ, അത്രയേ ഉള്ളൂ. എടുത്തെങ്കിൽ അത്രേ നമുക്ക് പറയാം. എടുത്തെങ്കിൽ അവരനുഭവിക്കും, അത് തെളിയും, ആരായാലും തെളിയും, അത്രയേ ഉള്ളൂ. അല്ല നമുക്ക് അതിനെക്കുറിച്ചൊരു വിവാദം പറയണ്ട. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞെന്ന്, അത് നമുക്ക് പറ്റിയതല്ല. ഒരു ആർട്ടിസ്റ്റിന് ഒന്ന് കാസ്റ്റ്, രാഷ്ട്രീയം ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഇസം ഒന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഇപ്പൊ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നിൽക്കുന്ന ഏത് പാർട്ടിയോ അല്ലെ നമ്മുടെ മനസ്സിലൊരു പാർട്ടിയോ ഉണ്ട്, അത് നമ്മുടെ ജന്മസിദ്ധമായ അവകാശം മാത്രം, മൗലിക അവകാശം. അത് ചെയ്യുക, സീക്രട്ടായിട്ട് അത് ചെയ്യുക, അതിൽ പിടിച്ചു നിൽക്കുക. അല്ലാതെ പ്രവർത്തനത്തിന് ഇറങ്ങുക. ഇറങ്ങിയവർക്കൊക്കെ ആണല്ലോ എന്തുവാ ഓർമ്മ കുടീരം. അവനവനു വേണ്ടിയല്ലാതെ അപരന് ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. നമുക്ക് വേണോ? വേണ്ട. അതുകൊണ്ട് പാർട്ടിയും ഇസവും ഒന്നും ഒരു കലാകാർക്ക് പറ്റിയല്ല. എന്നോട് ഇവിടെ നമ്മളെ കുറെ പേര് ചോദിച്ചാൽ ഈ പാർട്ടി, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയില്ല. എനിക്ക് മനുഷ്യൻ എന്ന പാർട്ടി, ഒരു മനുഷ്യൻ, കലയാണ് എന്റെ രാഷ്ട്രീയം. ഈ 90 പാർട്ടികളും ഒക്കെ ഉള്ളത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ. കല, നമ്മുടെ കല. എനിക്ക് ഇത്ര നേരം സംസാരിച്ചില്ലേ അമ്മ കുടുംബത്തെ കുറിച്ച്, ഫാമിലിയെ കുറിച്ച് ഒന്നും പറഞ്ഞു? എൻ്റെ അച്ഛൻ, അമ്മ, കുഞ്ഞു നാരായണി ദമ്പതികൾക്ക് 8 മക്കള്. കരുണാകരൻ, കാതരാക്ഷി, കമലാക്ഷി, കമലൻ, കാദംബരി, കാർത്തികേയൻ, കമലമ്മ, കനകമ്മ, അങ്ങനെ 8 മക്കളായിരുന്നു. അതും കലാപരമായ പേര്. അത് ഞങ്ങൾ എൻ്റെ മുകളിലെ എൻ്റെ ശാരദയമ്മാവി മലയാളം പ്രൊഫസറായിരുന്നു. അമ്മാവി ഇട്ട പേരാണ് ഞങ്ങൾക്കെല്ലാം. ഇതിൽ ഏറ്റവും ഇളയതാണ് ഞാൻ. മക്കള് 2 മക്കളായിരുന്നു. ഇളയത് മരിച്ചുപോയി. ഇപ്പൊ മോനുണ്ട്. മോനും മൂത്ത മോനും കുഞ്ഞും ഭാര്യയും പന്തളം ഇച്ചിരി അങ്ങോട്ട് മാറി ഉള്ളന്നൂരാണ് താമസം. മോനും കുഞ്ഞും വരും പോകും. സന്തോഷം. മിക്ക ദിവസം ഇവിടെ കിടന്നുറങ്ങും. അപ്പൊ എനിക്ക് ആ ഒറ്റപ്പടിയിലൊന്നുമില്ല. എനിക്ക് വളരെ സന്തോഷമാണ്. ഇന്നും ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ്. അപ്പൊ അവരെല്ലാം മറുപടി നമുക്ക് പോകാൻ മോളെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മോനൊക്കെ ഇരി, അവര് വരുന്നതിന് എന്താ കാണാമല്ലോ ഇന്റർവ്യൂ. അതിനാ ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു കൊടുക്കും. അമ്മയ്ക്ക് ഇനി നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത്? വരുന്ന തലമുറയോട്, വളരുന്ന തലമുറയോടെന്ന് പറഞ്ഞാൽ മുൻപത്തെ തലമുറ എത്ര ഒക്കെ വയസ്സ് ചെന്നാലും എല്ലും തോലുമായി കിടക്കയിൽ എത്ര കാലം കിടന്നാലും നല്ലതുപോലെ മാതാപിതാക്കളെ മക്കള് നോക്കുമായിരുന്നു. കൂലിക്ക് ആളിനെ നിർത്തിയല്ല, അവരുടെ സാന്നിധ്യത്തിൽ തന്നെ നോക്കുമായിരുന്നു. ഇനിയും ഉള്ള പൊതുവെ എൻ്റെ സമൂഹത്തോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അമ്മയെ നാമാക്കുന്ന, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു അണുവായി പിറക്കുന്ന, കണ്ണിന് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ഗർഭപാത്രത്തിൽ ഒരു അണുവായി പിറക്കുന്ന, പൂർണ്ണ വളർച്ചയെത്തി പ്രസവമൊക്കെ അടക്കുമ്പോൾ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അമ്മയ്ക്ക് കിടക്കാൻ വയ്യ, അസ്വസ്ഥത, ശ്വാസം മുട്ടും. ഈ വശം കിടന്നിട്ടേ തിരിഞ്ഞങ്ങോട്ട് കിടക്കത്തില്ല. ഇരുന്നിട്ട് കുഞ്ഞിന് വല്ലതും സംഭവിച്ചാലോ നേരത്തെ ആ വശം തിന്നെ കിടക്കും. അങ്ങനെ പൂർണ്ണ വളർച്ചയെത്തി പ്രസവ വേദന അറിയുന്ന ഒരു സ്ത്രീകളും അമ്മയെ തള്ളി പറയത്തില്ല. ചെല്ലുന്ന വീട്ടിലെ അല്ലെ ഭർത്താവിൻ്റെ അമ്മയെ തള്ളി പറയത്തില്ല.
മാതാപിതാക്കളെ വേദനിപ്പിക്കരുത്. അവരെ ഒരു നോട്ടത്തിൽ പോലും ഒരു വിരൽ ചൂണ്ടി ഇങ്ങനെ കാണിക്കരുത്. അവരെ വൃദ്ധസദനത്തിൽ കളയല്ലേ. നമ്മോടൊപ്പം ഞാൻ ചിലരെയൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് ഗൾഫില്. എയറോഡ്രോമിൽ ചെന്ന് ഇരിക്കുമ്പോൾ ആ ഇതിൽ കൂടെ ആ കസേരയെ കൊണ്ടുപോയി കയറ്റി അവരെ കൊണ്ടുപോകുന്ന, അവര് താമസിക്കുന്ന ഇടത്ത് ജോലി കഴിഞ്ഞ് വന്ന് അവരെ ഒരു നോക്ക് കാണാനും സംരക്ഷിക്കുവാനും ഇടം കൊടുത്ത് കൊണ്ടുപോകുന്നവരുണ്ട്. ഇപ്പോഴും സംരക്ഷിക്കണം. നമ്മുടെ ജോലി സ്ഥലത്ത് അവിടാണെ കൊണ്ടുപോകും. വല്ല പട്ടിയും ഒരു ഹോം നേഴ്സും അല്ല വേണ്ടത്. അവരൊക്കെ എന്തുവാ കൂലിക്ക് ചെയ്യുമല്ലേ, ആത്മാർത്ഥതയല്ലല്ലോ അവിടെ, കൂലിക്ക് ചെയ്യുക. നമ്മുടെ മാതാപിതാക്കളെ നമ്മളെങ്ങനെ നാമായി വിദ്യാഭ്യാസവും വസ്ത്രവും യൂണിഫോമും നമ്മുടെ പിന്നെ ബാഗും ചെരുപ്പും നമ്മുടെ ആഹാരവും മരുന്നും എല്ലാം തന്ന് നമ്മെ നാമാക്കിയ അവരെ എങ്ങനെ തള്ളിപ്പറയാൻ കഴിയുന്നു? മനുഷ്യ, ഒരിക്കലും മാതാപിതാക്കളെ ഉപേക്ഷിക്കല്ലേ, അവരെ സംരക്ഷിക്കണം. പിന്നെ പുതുതലമുറയോട് പറയാനുള്ളത്, ഇപ്പോഴത്തുള്ള പുതുതലമുറ, ന്യൂ ജനറേഷൻ, അവരോട് പറയാനുള്ളത് ഏറ്റവും വലിയ ലഹരിയാണ് ഫോൺ. നിങ്ങൾക്ക് എന്തിനാണ് ഈ കുട്ടികളെ ഫോൺ? നിങ്ങൾക്ക് ഫോണിന്റെ ആവശ്യമില്ല. വളർന്നു കഴിഞ്ഞ് ദൂരെ എവിടെങ്കിലും പോയി അത്യാവശ്യം ഒന്ന് വിളിക്കുകയും പറയുകയും ചെയ്യാൻ ഒരു ഫോൺ വേണം. അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് കണ്ട് സംസാരിക്കാൻ അന്നേരം ഒരു ഫോൺ വേണം. വാട്സാപ്പോ വാട്സാപ്പ് ഓക്കോട്ടെ, ഈ ഫേസ്ബുക്കൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയരുത് ഒരിക്കലും. ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് ചോദിച്ചാൽ അത് ഫോണാണ്. ഫോൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് വിളിക്കും, മോനെ വിശക്കുന്നില്ലേ, വാ, മാറിപ്പോടുന്നു, ഞാൻ ഇത് കണ്ടിട്ടേ വരുന്നുള്ളൂ. വിശപ്പറിയത്തില്ല, ദാഹം അറിയത്തില്ല, അഹങ്കാരം മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടർ യുഗമാണ്. മാതാവിനെയും പിതാവിനെയും കാട്ടിൽ അവർ സ്നേഹിക്കുന്ന ഇതിനെയാണ്. ഇത് മാതാപിതാക്കള് ദുർവിനിയോഗം ചെയ്തത് കൊണ്ടാണ് മക്കൾ ഇത് ഉപയോഗിക്കുന്നത്. അവര് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതിനകത്ത് നോക്കി രണ്ടുപേരും ഇരിക്കും. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ല. അവരൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ അവരുടെ പാഠപുസ്തകം എടുത്തുകൊണ്ട് വെച്ച് വായിക്കും. അതുകൊണ്ട് അതിന്റെ ദുർവിനിയോഗം മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അവർക്ക് കയ്യെത്താ ദൂരത്ത് എവിടെങ്കിലും വെച്ച് നിങ്ങൾ അവരെ പ്രസന്റിലല്ലാതെ കൊടുക്കണ്ട, ഇത് തരാൻ പറ്റത്തില്ല, ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കണം. പൊതുവെ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു 2 വരി പാട്ട്. 2 വരി എനിക്ക് പഴയ പാട്ടുകളൊക്കെ അറിയാം. എന്നാലും ഇപ്പൊ പുതിയൊരു പാട്ട് മുരളിയടാട്ട് പാടി എഴുതി എടുത്ത് തന്നെത്താൻ പാടിയതാ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോ എനിക്കത് ഞാൻ പാടും. ഉറക്കം തൂങ്ങിയിരുന്നാലും ഉണരുന്ന ഒരു പാട്ടാണ്. നട 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 നടകാളേ കുടമണിത്താളം കേട്ട് നീ ഒരു പാട്ടു പാടടി കുയിലാളെ, കുടമണിത്താളം കേട്ട് നീ ഒരു പാട്ടു പാടടി കുയിലാളെ. നട 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 നടകാളെ, ഓരടി വെച്ച് ഈരടി വെച്ചിട്ട് ഇതുവഴി നടകാളെ, ഓരടി വേഗേ ഈരടി വേഗേ ഇതുവഴി നടകാളെ, ഇതുവഴി നടകാളെ. കുടമണിത്താളം കേട്ട് നീ ഒരു പാട്ടു പാടടി കുയിലാളെ. പുലരിപ്പൂവിതളുണരും നേരം കൂട്ടുപോരടി പെണ്ണാളെ, പുലരിപ്പൂവിതളുണരും നേരം കൂട്ടുപോരടി പെണ്ണാളെ, മണമേൽക്കാൻ ഇതിലെ വരും ഒരു കുളിരോലും കാറ്റ്, മണമേൽക്കാൻ ഇതിലെ വരും ഒരു കുളിരോലും കാറ്റ്, മണമോലും കാറ്റ്. നട 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 നടകാളെ, കുടമണിത്താളം കേട്ട് നീ ഒരു പാട്ട് പാടടി കുയിലാളെ. അമ്മയ്ക്ക് ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താണ് പറയാം? അഗസ്ത്യ ഫിലിം പ്രൊഡക്ഷനിലെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പ്രേക്ഷകർക്കും സ്നേഹാദരങ്ങളോടെ നന്ദിയും പുതുവത്സരാശംസകളും നേരുന്നു. അപ്പം ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച് നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെച്ച നമ്മുടെ പ്രിയപ്പെട്ട അമ്മയ്ക്കും അതുപോലെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ് അമ്മേ, ഒരുപാട് സന്തോഷം. ഓക്കെ.